നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മഴ മുന്നറിയിപ്പ് നോക്കാം. സംസ്ഥാനത്ത് ഇന്ന് റെഡ് അലർട്ട് ഉണ്ട്. ഏതൊക്കെ ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പുള്ളത്, ജാഗ്രത വേണ്ടത് ഏതൊക്കെ ജില്ലക്കാരാണ്, വിശദമായി തന്നെ നോക്കാം. ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ ജില്ലകളിൽ വരുന്ന 3 മണിക്കൂറുകൾ നിർണായകമാണ്. ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. മറ്റെല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. മാത്രമല്ല, ബംഗാൾ ഉൾക്കടലിന് മുകളിൽ തമിഴ്നാട് തീരത്തിന് സമീപം ഉയർന്ന ലെവലിൽ ചക്രവാത ചുഴി സ്ഥിതി ചെയ്യുന്നുണ്ട്. വരും ദിവസങ്ങളിലും നേരിയ ഇടത്തരം മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ്. ഓഗസ്റ്റ് 5, 6 തീയതികളിൽ ഒറ്റപ്പെട്ട അതിതീവ്ര മഴയ്ക്കും അതുപോലെ തന്നെ 7-ാം തീയതി വരെ ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. അതുമാത്രമല്ല, 6-ാം തീയതി വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. കേരളത്തിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് വിവിധ ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇന്ന് ഏതൊക്കെ ജില്ലകളിലാണ് റെഡ് അലർട്ട് ഉള്ളത് എന്ന് നോക്കാം. എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. 3 ജില്ലകളാണ് റെഡ് അലർട്ട് ഉള്ളത്. അതായത് റെഡ് അലർട്ട് എന്താണെന്ന് നമുക്കറിയാം. അതിതീവ്രമായ മഴയ്ക്കുള്ള സാധ്യതയാണ് റെഡ് അലർട്ടിലൂടെ പ്രവചിച്ചിരിക്കുന്നത്. ഈ ജില്ലകളിലുള്ളവർ തീർച്ചയായിട്ടും ജാഗ്രതയോടെ ആയിരിക്കണം. 24 മണിക്കൂറിൽ 204.4 മില്ലിമീറ്റർ വരെ കൂടുതൽ മഴ കിട്ടും. അതിതീവ്രമായ മഴയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് ഈ 3 ജില്ലക്കാർക്കും. എന്തായാലും ജാഗ്രതയോടെ ആയിരിക്കുക. ഇനി ഓറഞ്ച് അലർട്ട് ഉള്ളത് ഏതൊക്കെ ജില്ലകളിലാണെന്ന് നോക്കാം. ഓറഞ്ച് അലർട്ടിലൂടെ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. ഇന്ന് പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. മാത്രമല്ല, ഇന്ന് മഞ്ഞ അലർട്ടുള്ളത്, അതായത് നേരിയ മഴയ്ക്ക് സാധ്യതയുള്ള ജില്ലകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. തിരുവനന്തപുരം, കൊല്ലം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നേരിയ മഴയ്ക്കാണ് സാധ്യത. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നാളെയും മറ്റന്നാളുമൊക്കെ ഓറഞ്ച് അലർട്ടുള്ള ജില്ലകൾ ഏതൊക്കെയാണ് എന്നാണ്. അതായത് വരുന്ന 5 ദിവസം മഴ തുടരുമെന്ന് തന്നെയാണ് പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നത്. നാളെ തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. 6-ാം തീയതി കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നതെങ്കിലും റെഡ് അലർട്ടിന് സമാനമായ അതിതീവ്ര മഴയ്ക്കാണ് സാധ്യത. ജാഗ്രതയോടെ ആയിരിക്കുക. 7-ാം തീയതി കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത, അതാണ് ഓറഞ്ച് അലർട്ടിലൂടെ പ്രവചിച്ചിരിക്കുന്നത്. 24 മണിക്കൂറിൽ 115.6 മില്ലിമീറ്റർ മുതൽ 204.4 മില്ലിമീറ്റർ വരെ മഴ കിട്ടുമെന്നാണ് അതിശക്തമായ മഴ എന്നതുകൊണ്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അർത്ഥമാക്കുന്നത്. ഇനി മഞ്ഞ അലർട്ട് ഏതൊക്കെ ജില്ലകളിലാണ് എന്ന് നോക്കാം. നാളെ പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ മഞ്ഞ അലർട്ടാണ്. 7-ാം തീയതി മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിലും 8-ാം തീയതി കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് മഞ്ഞ അലർട്ടിലൂടെ പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നത്. ജാഗ്രതയോടെ ആയിരിക്കുക. വരും ദിവസങ്ങളിലൊക്കെ ഈ ജില്ലകളിലൊക്കെ റെഡ് അലർട്ട്, ഓറഞ്ച് അലർട്ട്, മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യമാണ്. ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്, റെഡ് അലർട്ട് എന്ന് പറയുമ്പോൾ അതിതീവ്രമായ മഴയ്ക്കുള്ള സാധ്യത, ജാഗ്രത പുലർത്തേണ്ട സാഹചര്യമാണ് ഉള്ളത്. ഓറഞ്ച് അലർട്ടും അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത, ജാഗ്രത പുലർത്തണം. യെല്ലോ അലർട്ട് ആകുമ്പോൾ അത് നേരിയ മഴയ്ക്കും ഇടത്തരം മഴയ്ക്കുമാണ് സാധ്യത. വലിയ അപകടമല്ല എങ്കിലും വളരെ ജാഗ്രത പുലർത്തേണ്ടിയിരിക്കുന്നു. ഇനി നമുക്ക് പുതുക്കിയ കള്ളക്കടൽ ജാഗ്രതാ നിർദ്ദേശം നോക്കാം. കള്ളക്കടൽ പ്രതിഭാസത്തിനോടനുബന്ധിച്ച് തിരുവനന്തപുരത്ത് കാപ്പൽ മുതൽ പൊഴിയൂർ വരെയും, കൊല്ലം ആലപ്പാട്ട് മുതൽ ഇടവ വരെയും ഇന്ന് രാത്രി 8:30 വരെ 1.7 മുതൽ 1.8 മീറ്റർ വരെ ഉയർന്ന തിരമാലകൾ കാരണം കടലാക്രമണത്തിന് സാധ്യതയുണ്ട്. കന്യാകുമാരി തീരത്ത് ഇന്ന് വൈകുന്നേരം 5:30 വരെ 1.6 മുതൽ 1.8 മീറ്റർ വരെ ഉയർന്ന തിരമാലകൾ കാരണം കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. കടലാക്രമണത്തിന് സാധ്യതയുള്ളതുകൊണ്ട് തന്നെ എപ്പോഴും പറയാറുള്ളത് പോലെ മത്സ്യത്തൊഴിലാളികൾ, തീരദേശവാസികൾ വളരെ ജാഗ്രത പാലിക്കേണ്ടിയിരിക്കുന്നു. മത്സ്യത്തൊഴിലാളികൾ പ്രത്യേകിച്ചും ചെറിയ വള്ളങ്ങൾ, ബോട്ടുകൾ ഈ സമയത്ത് കടലിലേക്ക് ഇറക്കുന്നത് ഒഴിവാക്കുക. മാത്രമല്ല, കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുണ്ട്.
അതുകൊണ്ട് അപകട മേഖലകളിൽ നിന്നും അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണം. കള്ളക്കടൽ പ്രതിഭാസത്തിനും ഉയർന്ന തിരമാലയ്ക്ക് സാധ്യതയുള്ള ഘട്ടത്തിൽ കടലിലേക്ക് മത്സ്യബന്ധന യാനങ്ങൾ ഇറക്കുന്നത് പോലെ തന്നെ അപകടകരമാണ് കരയ്ക്ക് അടുപ്പിക്കുന്നത്. അതുകൊണ്ട് തിരമാല ശക്തിപ്പെടുന്ന ഘട്ടത്തിൽ കടലിലേക്ക് ഇറക്കുന്നതും കരയ്ക്ക് അടുപ്പിക്കുന്നതും ഒഴിവാക്കേണ്ടതാണ്. മുന്നറിയിപ്പ് പിൻവലിക്കുന്നതുവരെ ബീച്ചുകൾ കേന്ദ്രീകരിച്ചുള്ള വിനോദസഞ്ചാരം ഉൾപ്പെടെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും പൂർണ്ണമായും ഒഴിവാക്കേണ്ടതാണ്. മത്സ്യബന്ധന യാനങ്ങളായ ബോട്ട്, വള്ളം മുതലായവ ഹാർബറിൽ സുരക്ഷിതമായി കെട്ടിയിട്ട് സൂക്ഷിക്കേണ്ടതാണ്. വള്ളങ്ങൾ തമ്മിൽ സുരക്ഷിത അകലം പാലിക്കുന്നത് കൂട്ടിയിടിച്ചുള്ള അപകട സാധ്യത ഒഴിവാക്കും. മത്സ്യബന്ധന ഉപകരണങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കണം. ബീച്ചിലേക്കുള്ള യാത്ര, കടലിലിറങ്ങിയുള്ള വിനോദം പൂർണ്ണമായും ഒഴിവാക്കണം. തീരശോഷണത്തിന് സാധ്യതയുണ്ട്, പ്രത്യേകം ജാഗ്രത പുലർത്തണം. നദികളിൽ മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചിരുന്നു. അപകടകരമായ രീതിയിൽ ജലനിരപ്പ് ഉയരുന്നതിനാൽ ഇനി പറയുന്ന നദികളിലൊക്കെ സംസ്ഥാന ജലസേചന വകുപ്പ് മഞ്ഞ അലർട്ട് നൽകിയിരുന്നു. ഈ നദികളുടെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണം. എറണാകുളം മൂവാറ്റുപുഴയിൽ കക്കടശ്ശേരി തൊടുപുഴ സ്റ്റേഷൻ, പത്തനംതിട്ടയിൽ അച്ചൻകോവിൽ, കല്ലേലിയാൻ, കോന്നി GD സ്റ്റേഷൻ. യാതൊരു കാരണവശാലും നദികളിൽ ഇറങ്ങരുത്, നദി മുറിച്ച് കടക്കരുത്. തീരത്തോട് ചേർന്ന് താമസിക്കുന്നവർ ജാഗ്രതയോടെ ആയിരിക്കണം. അധികൃതരുടെ നിർദ്ദേശാനുസരണം പ്രളയ സാധ്യതയിടങ്ങളിലുള്ളവർ മാറി താമസിക്കാൻ തയ്യാറാകണം. അതുപോലെ തന്നെ മഴ ശക്തി പ്രാപിക്കുന്നുണ്ട്. വരുന്ന 5 ദിവസങ്ങളിൽ മഴ ശക്തമായി പെയ്യും. പ്രത്യേകിച്ച് മഴയെല്ലാം ഒന്ന് ഒതുങ്ങി എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ റെഡ് അലർട്ട് പ്രഖ്യാപിക്കുന്ന സാഹചര്യം. എന്തായാലും ശക്തമായ മഴ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ മലയോര മേഖല, മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളുള്ളവർ സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറി താമസിക്കേണ്ടതാണ്. പകൽ സമയത്ത് തന്നെ മാറി താമസിക്കണം. സ്ഥിരമായി വെള്ളക്കെട്ട് രൂപപ്പെടാറുള്ള താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ സാഹചര്യം വിലയിരുത്തി തയ്യാറാക്കപ്പെടുന്ന ക്യാമ്പുകളിലേക്ക് മാറണം. ശക്തമായ കാറ്റിന് സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അടച്ചുറപ്പില്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും മേൽക്കൂര ശക്തമല്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും പ്രത്യേക ജാഗ്രത പാലിക്കണം. അപകടാവസ്ഥ മുന്നിൽ കാണുന്നവർ അധികൃതരുമായി ബന്ധപ്പെട്ട് സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി മാറി താമസിക്കണം. സ്വകാര്യ പൊതുവിടങ്ങളിൽ അപകടാവസ്ഥയിൽ നിൽക്കുന്ന മരങ്ങൾ, പോസ്റ്റുകൾ, ബോർഡുകൾ, മതിലുകൾ തുടങ്ങിയവ സുരക്ഷിതമാക്കുക. മരങ്ങൾ കോതി ഒതുക്കുക. അപകടാവസ്ഥകൾ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തുക. ശക്തമായ മഴ പെയ്യുന്ന സാഹചര്യത്തിൽ ഒരു കാരണവശാലും നദികൾ മുറിച്ചു കടക്കാനോ നദികളിലോ മറ്റ് ജലാശയങ്ങളോ കുളിക്കാനോ മീൻ പിടിക്കാനോ മറ്റ് ആവശ്യങ്ങൾക്കോ ഇറങ്ങാൻ പാടുള്ളതല്ല. മഴ ശക്തമാകുന്ന അവസരങ്ങൾ അത്യാവശ്യമല്ലാത്ത യാത്രകൾ പരമാവധി ഒഴിവാക്കണം. വെള്ളച്ചാട്ടങ്ങൾ, ജലാശയങ്ങൾ, മലയോര മേഖലകൾ എന്നിവിടങ്ങളിലേക്കുള്ള വിനോദയാത്രകൾ മഴ മുന്നറിയിപ്പ് മാറുന്നതുവരെ ഒഴിവാക്കേണ്ടതാണ്. ജലാശയങ്ങളോട് ചേർന്ന റോഡുകളിലൂടെയുള്ള യാത്രകളിൽ പ്രത്യേക ജാഗ്രത പാലിക്കുക. അറ്റകുറ്റപ്പണികൾ നടക്കുന്ന റോഡുകളിലും ജാഗ്രത പാലിക്കുക. അതിശക്തമായ മഴയുണ്ടാകുന്ന സാഹചര്യത്തിൽ റോഡ് അപകടങ്ങൾ വർദ്ധിക്കാനുള്ള സാധ്യത മുന്നിൽ കാണണം. വിവിധ തീരങ്ങളിൽ കടലാക്രമണം ശക്തമാകാൻ സാധ്യതയുള്ളതിനാൽ അപകട മേഖലകളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണം. ആവശ്യമായ ഘട്ടത്തിൽ മാറി താമസിക്കണം. മത്സ്യബന്ധനോപാധികൾ സുരക്ഷിതമാക്കി വെക്കണം. റെഡ്, ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ച ജില്ലകളിൽ ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ മുൻകൂറായി ദുരിതാശ്വാസ ക്യാമ്പുകൾ സജ്ജീകരിക്കേണ്ടതാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.